വെൽക്കം ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് 10 എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിൻഡോസ് 10 സാധാരണ രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്ടിവേറ്റഡ് ആയിരിക്കത്തില്ല. അപ്പോൾ താഴെ കാണും, ഈ കോർണറിൽ കാണും നമ്മുടെ സിസ്റ്റം ഈസ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യുക, ഇത്ര ദിവസത്തെ സാധനം എക്സ്പയർ ആകും, അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ വിൻഡോസ് 10 മാത്രമല്ല ഗൈസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബണ്ടിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് വെർഷനായാലും 16 തൊട്ടുള്ള മുകളിലോട്ടുള്ള ഏതായാലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10ൻ്റെ ഏത് വെർഷനായാലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10 എന്തായാലും അപ് ടു ഡേറ്റഡ് ആയിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ വിൻഡോസ് 10 യൂസ് ചെയ്യാറ്. അപ്പോൾ അത് എപ്പോഴും ആക്ടിവേറ്റഡ് ആയിരിക്കും. ഈ കോർണറിനാണ് മറ്റേ ആക്ടിവേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് കിടക്കാറ്. എന്നുവെച്ചാൽ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ മാത്രമുള്ള അവിടെ ഒരു വാട്ടർ മാർക്ക് കിടക്കും, ഈ നമ്മുടെ സിസ്റ്റം ആക്ടിവേറ്റഡ് അല്ലെന്ന് പറഞ്ഞു, വിൻഡോസ് നോട്ട് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വരാറുണ്ട്. അപ്പം ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ നിൽക്കുക. ബെല്ലൈക്കൻ നിൽക്കാൻ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വിൻഡോസ് 10ൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോയുടെ ലിങ്ക് ഇവിടെ മുകളിൽ പോപ്പപ്പ് ആയി വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്രോം എടുക്കാം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാൻ വേണ്ടി ക്രോമിൽ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് KMS ഓട്ടോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. അതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. എന്നുവെച്ചാൽ നമ്മുടെ കീജൻ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാൻ ഇതാണ് സഹായിക്കുന്നത്. എന്നിട്ട് ഈ ഫസ്റ്റ് ലിങ്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ സൈറ്റ് വരും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഡൗൺലോഡ് നിൽക്കുക. ഇവിടെ ഡൗൺലോഡ് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് സേവ് അടിക്കുവാണ്. ഇതിപ്പോൾ ഡൗൺലോഡ് ആകാൻ ചാൻസ് ഇല്ല. ഇപ്പം നമുക്ക് ഇതിപ്പം ഡൗൺലോഡ് ആകത്തില്ല. ഇതിപ്പോൾ ഇവിടെ ഫുൾ ഡൗൺലോഡായി, പക്ഷേ അത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റിവൈറസ് ഓൺ ആണ്. ആൻറ്റിവൈറസും നമ്മുടെ വിൻഡോസിൻ്റെ ഡിഫൻഡറും ഇതെല്ലാം ഇതിനെ ഒരു വൈറസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അവരുടെ സാധനം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അല്ലാതെ പർച്ചേസ് ചെയ്യുമല്ലോ, അല്ലാതെ ചെയ്യുമല്ലേ, അതുകൊണ്ട് അതൊരു വൈറസ് ആയിട്ടാണ് കാണുന്നത്. ഇതിവിടെ ഫെയിൽഡ് വൈറസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ഇതിൽ തന്നെ വരത്തുള്ളൂ. അപ്പം നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ആൻറ്റിവൈറസ് എല്ലാം എന്നുവെച്ചാൽ അതിൻ്റെ ഓഫ് ചെയ്യണം, അതിൻ്റെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യണം. ഇവിടെ ഡിഫൻഡറെ കയറിയിട്ട് അതിൻ്റെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യുക. നിങ്ങളുടെ ആൻറ്റിവൈറസ് ഇല്ല എന്നാണെങ്കിൽ തന്നെ ഈ വിൻഡോസിന് ഇൻബിൽറ്റ് ആയിട്ട് ഡിഫൻഡർ ഉണ്ട്, അത് കയറി ഓഫ് ചെയ്യുക. ആ താഴെ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മളിവിടെ വന്നാൽ നമുക്ക് ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ കാണാം മാനേജ് സെറ്റിങ്സ്. അത് നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വരും. അതിൽ റിയൽ ടൈം പ്രൊട്ടക്ഷനാണ് ഓഫ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷീൽഡിൻ്റെ ചിഹ്നമുള്ള സൈഡിൽ ഹോമിൻ്റെ താഴെ ഷീൽഡിൻ്റെ ചിഹ്നമുണ്ട്. ഈ ഷീൽഡിൻ്റെ ചിഹ്നം നോക്കി കഴിയുമ്പോൾ ഇത് വരും. അതിൽ മാനേജ് സെറ്റിങ്സ് എടുത്താൽ ഇത് വരും. അതിൽ ഈ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യുക ഗൈസ്. ഈ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് റെക്കോർഡിങ്ങിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ പോപ്പപ്പ് വിൻഡോയിൽ എസ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിലോട്ട് വന്നിട്ട് ഡൗൺലോഡ് നിൽക്കുക. ഇതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇത്തവണ നമുക്ക് അത് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അവിടെ വന്നിട്ടുണ്ട്. അവിടെ വൈറസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല. ഇതിവിടെ കിടപ്പുണ്ട്. എന്നിട്ട് നമ്മളത് എക്സ്ട്രാക്റ്റ് ചെയ്യും ഗൈസ്. ഇത് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫുൾ ടൈം റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ആയിരിക്കണം. നിങ്ങളുടെ ആൻറ്റിവൈറസിൻ്റെ എന്നുവെച്ചാൽ വിൻഡോസ് ഡിഫൻഡറിൻ്റെ ഓഫ് ആയിരിക്കണം. എക്സ്റ്റേണൽ ഏതെങ്കിലും വൈറസ് പ്രൊട്ടക്ടർ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഫ് ആയിരിക്കണം. എന്നിട്ട് ഇത് ആ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ രണ്ട് ഫോൾഡർ, ഒരെണ്ണമാണ് എൻ്റെ പാസ്വേഡിൻ്റെ, ഒരെണ്ണം വേറൊരു ഫോൾഡറും. ഇതിൽ പാസ്വേഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പാസ്വേഡ് വിൻഡോസ് എന്നാണ്. അപ്പോൾ ഈ സിപ്പ് ഫയൽ ഞാൻ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുവാണ് ഗൈസ്. അപ്പം പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം, വിൻഡോസ് എന്ന്. ഇവിടെ ഷോ കാണിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കണ്ടില്ലെങ്കിൽ ഈ പാസ്വേഡ് അടിച്ചാൽ മതി, വിൻഡോസിന് അടിച്ചാൽ മതി. എന്നിട്ട് ഓക്കെ അടിക്കുക. അത് എക്സ്ട്രാക്ട് ആയിക്കോളും. ചെറിയ ഫയൽ ആയതുകൊണ്ട് പെട്ടെന്നാവും ഗൈസ്. ഇവിടെ നമ്മുടെ ഫയൽ എക്സ്ട്രാക്ട് ആയി വന്നിരിക്കുന്നു. നമുക്കിനി അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇതേപോലെ രണ്ട് ഫയൽ അതിനകത്തുണ്ട്. അതിൽ രണ്ടാമത്തെ ഫയലാണ് നമുക്ക് വേണ്ടിയത്. അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് തരുമ്പോഴത്തേക്കിന് അത് ഓപ്പൺ ആയി വരും ഗൈസ്. ഈ രണ്ടാമത്തെ ഫയലാണ് നമുക്ക് വേണ്ടിയത്, ആദ്യത്തെ അല്ല. ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഒരു ചെറിയൊരു വിൻഡോ ആണ്. ഇതിലിവിടെ ആക്ടിവേഷൻ ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ താഴെ ഒരു ചെറിയൊരു സെക്ഷനുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കാനുള്ളത്. ഈ ആക്ടിവേഷനൊക്കെ കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്ക് തെളിഞ്ഞാണ്. ഒരെണ്ണം ആക്ടിവേറ്റ് വിൻഡോസും ഒരെണ്ണം ആക്ടിവേറ്റ് ഓഫീസും. ആക്ടിവേറ്റ് വിൻഡോസിനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസും സിസ്റ്റം ആക്ടിവേറ്റ് ആവും. പിന്നെ ഈ അടുത്ത സെക്ഷനിലോട്ട് വന്നാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അധികം അത്യാവശ്യമുള്ള കാര്യമല്ല, അത് കോറിലോട്ട് പോകുന്നതിൻ്റെ ടൈപ്പിലുള്ള കാര്യങ്ങൾ, അത് നമുക്ക് വേണ്ട. ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ
പ്രൊഫഷണൽ മോഡുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പം കാണിക്കുക, എസ് അടിക്കുക, പ്രൊഫഷണൽ മോഡിൽ നോക്കിയിട്ട് എന്നിട്ട് ഇതിൽ ഈ യൂട്ടിലിറ്റി എടുക്കുക. യൂട്ടിലിറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ കീ കിട്ടും. വിൻഡോസിൻ്റെ ആയാലും ഓഫീസിൻ്റെ ആയാലും കീ കിട്ടും. ഗൈസ്, അത് എപ്പോഴാണ് ഉപകരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ നമ്മുടെ വിൻഡോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അത് കീ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ജെന്യുവൻ OS ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അത് ചോദിക്കത്തില്ല, അല്ലാത്തതാണെങ്കിൽ അത് ചോദിക്കാൻ നേരത്ത് നമ്മൾ ഇവിടുന്ന് കീ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ വിൻഡോസിൻ്റെ എല്ലാ വേർഷൻ്റെ ലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വേണ്ടിയത് ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ വേർഷൻ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ കണ്ട വിൻഡോസ് 10 എല്ലാ വേർഷൻസും ഉണ്ട്. പിന്നെ പ്രോ നോക്കി കഴിഞ്ഞാൽ പ്രോയുടെ കീ കിട്ടും. ആ കീ അവിടെ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ നമ്മുടെ സൈഡിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തോ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്തോ കീ ചോദിക്കാൻ നേരത്ത്. അപ്പോൾ നമുക്ക് രണ്ടാമത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം വരത്തില്ല. അത് ആക്ടിവേറ്റ് ആയിക്കോളും. ഇതിൽ അത് മാത്രമല്ല, താഴോട്ട് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ സെക്ഷൻ്റെയും കീസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓഫീസ് 16 തൊട്ടുള്ള കീസ് അവൈലബിൾ ആണ്. ഓഫീസ് 16 ആണ് ഇതിൽ കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഓഫീസ് 17 അത് മുന്നിലുള്ളതാണെങ്കിൽ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഫ്രണ്ടിലത്തെ അവിടുന്ന് ആക്ടിവേഷൻ ചെയ്താൽ മതി. അപ്പോൾ വേറൊരു സെറ്റപ്പ് ചോദിക്കും, ഇതിന് അലൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും ഇവിടുന്ന് കീ കിട്ടിയില്ലെങ്കിൽ ആ വേർഷൻ്റെ. അപ്പം നമുക്ക് ഇവിടുന്ന് കീ എടുത്തിട്ട് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ടാൽ നമ്മുടെ ആക്ടിവേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കിയാൽ മതി. ഓഫീസിൻ്റെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 16 ആയിട്ടുള്ള വേർഷനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഇവിടെ വിൻഡോസിൻ്റെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നിൽക്കിയാൽ മതി. അപ്പം ഈ ആക്ടിവേഷൻ ഇവിടെ റൺ ആകാൻ തുടങ്ങും. ഗൈസ്, ഇതിവിടെ റൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് ഓളം എടുക്കും സാധാരണ രീതിയിൽ. ചിലപ്പം അതിന് മുന്നേ ആകാം, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വിൻഡോസും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഫീസും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഇതായി തീരാറായിട്ടുണ്ട്. ഇവിടെ ആക്ടിവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുന്നു. ഇതവിടെ സക്സസ്ഫുൾ എന്ന് വന്നു. ഇപ്പം താഴെ ഒരു സാധനം കൂടി എഴുതി വരും, ദ പ്രോഡക്റ്റ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വന്നു. ഗൈസ്, നമ്മുടെ സിസ്റ്റം സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കില്ലേ. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഗൈസ് ഏതെങ്കിലും പുതിയ ടൈപ്പിലെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, അങ്ങനത്തെ വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.